ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റതേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ 8 മണിയായി. അപ്പോൾ ഇന്ന് ഓണമല്ലേ ഗൈസ്? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടും അടിച്ചു പൊളിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. കുറച്ച് ഗസ്റ്റല്ല, പ്രവീണിൻ്റെ ബ്രദർ വരുന്നുണ്ട്, കസിൻ സിസ്റ്റർ വരുന്നുണ്ട്, അങ്കിള് വരുന്നുണ്ട്, പിന്നെ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടിയിരുന്ന് സദ്യ കഴിക്കുക, പായസം കുടിക്കുക, അതാണ് മെയിൻ. അപ്പം ഞാൻ സദ്യ ഉണ്ടാക്കണില്ല. അപ്പം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും പേർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അത് പോയി നമ്മൾ കളക്ട് ചെയ്യണം, എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഓണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. പ്രവീണ് കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. പിള്ളേർ എണീച്ചിട്ടില്ല, അവർ സ്റ്റിൽ ഉറക്കമാണ്. ഇന്നലെ രാത്രി പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഒരുപാട് ലേറ്റായി, ഉറങ്ങിയപ്പോഴൊക്കെ 1 മണിയായി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവരൊക്കെ വരുന്നുണ്ട്. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. എല്ലാം വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം, കുളിക്കണം, പിന്നെ പുറത്ത് പോയി സദ്യയൊക്കെ മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവരൊക്കെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര രാവിലെ ആവുമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ വേറെ എന്താ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് പോകെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് എന്താ പറയുക ചിയ വാട്ടർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് സദ്യ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇതുപോലൊരു സദ്യ കഴിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിള്ളേർക്ക് വേണ്ടി മാത്രം കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ എന്താ, ഇതൊക്കെ തന്നെ. അപ്പോൾ നമുക്കിനി കാണാം. ഓക്കെ, ഹാപ്പി ഓണം എവരിവൺ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതാണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം പ്രവീണിന്റെ ബ്രദർ വന്നിട്ടുണ്ട്, പ്രജീഷ്. ഹലോ പ്രജീഷ്, ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. ഓണം എല്ലാം പോലെ തന്നെയാണ്, ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചും കൂടി ആഘോഷമായിട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പ്രവീണും പ്രവീണിന്റെ സിസ്റ്ററും ഒരുങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അനിയൻ്റെയും അനിയത്തിയുടെയും മക്കളുടെയും അച്ഛനമ്മമാരുടെയും വക ഹാപ്പി ഓണം. യെസ്, സ്വപ്ന, ഹാപ്പി ഓണം ഫോർ ഓൾ. പ്രാണയ, റിയ, റിയ ഇങ്ങോട്ട് നോക്കേ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ സദ്യ മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് സദ്യ മേടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ മദീന സയ്യിദിൽ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു സദ്യയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പുറയിൽ ചേട്ടനും അനിയനും കൂടി നടന്നു വരുന്നു. ഞങ്ങൾ മുന്നിൽ ഓടി വന്നു ഗൈസ്. ഭയങ്കര വെയിൽ, മേക്കപ്പ് പോകത്തില്ലേ, അപ്പോൾ ഞങ്ങൾ ഓടി ഇങ്ങ് കയറി. ഓക്കെ, എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാവേ, പുതിയതാ, അതുകൊണ്ടാ. ഓക്കെ, വെയിറ്റ്. അവിടുന്ന് എടുത്ത വീഡിയോ ഭയങ്കര ഡാർക്കായിരുന്നു. സോ ഞാൻ വീട്ടിൽ വന്നിട്ട് പ്രാണനം കൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് എൻ്റെ പുതിയ ഡ്രസ്സാണ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും കമൻറ്റ് ബില്ല്. അപ്പോൾ നമ്മൾ പൂക്കളം മാറ്റിയിട്ടില്ല, സെയിം തന്നെ ആ ഒരു ട്രീം. അതുകൊണ്ട് ഇവിടെ ഒരു ആനയുണ്ട് ഗൈസ്. ഗൈസ്, ഇവിടെ സദ്യകളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്.
സോ ഗൈസ്, ഇതാണ് നമ്മുടെ സദ്യ. നമ്മൾ 7 ബോക്സ് മേടിച്ചിട്ടുണ്ട്, എല്ലാമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് പായസം കൗണ്ടറാണ്. ഫുള്ള് പായസം. അപ്പോൾ ഓണം സ്പെഷ്യലാണ്. വുഡ് ഫോർട്ട് റിസർവ് ഓണം സ്പെഷ്യൽ പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിക്കോ. ചേട്ടനും അനിയനും കൂടി തുടക്കം ഇടാൻ പോവാണ്. ഞങ്ങൾ സദ്യ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്ന് മണപ്പിച്ചിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. മക്കള് അപ്പോൾ പൊട്ടിക്കാണ് ഗൈസ്. ആ, പ്രതീക്ഷ വിസിലടിച്ച് സൗണ്ട് കേട്ടു. ഓക്കെ, ഒന്ന് ഒഴിച്ചാൽ നോക്കട്ടെ അതിന് സൗണ്ട് വരുമോന്ന്. സദ്യക്ക് മുന്നോടിയായുള്ള ടച്ചിങ്സ്. കനം കുറച്ചിരുന്ന കുറച്ചധികം വർത്താനം പറയാം. അതല്ല ഞാൻ പറഞ്ഞത്, പച്ചക്കറി ഐസ് കഴിഞ്ഞു ഗൈസ്. മകൻ അടുത്തൊക്കെ മുഖത്ത് തേച്ചു ഗൈസ്, അത് കാരണം ഐസില്ല. ഓക്കെ, അപ്പൊ രണ്ടാളൊന്ന് എടുത്തുനിന്ന് ചിയേഴ്സ് അടിച്ചേ. ഓക്കെ, ഓണാശംസ. ഓക്കെ, മാവേലിക്ക് വേണ്ടി ആ ഗ്ലാസ്സിലെ സ്റ്റിക്കർ ഒന്ന് എടുക്കായിരുന്നു. പുതിയതാന്ന് അറിയിക്കാനാണോ? എല്ലാം പുതിയത്. ഓ, ഇങ്ങോട്ട് നോക്കിയേ. ടച്ചിങ്സ് ആണ് ഗൈസ്. വേണം ഇവിടുത്തെ തൊട്ടടുത്താണ് ബ്രീസ്. ഇതിന്റെ അപ്പുറത്തുള്ളിങ്ങ പിന്നെ അവനെ പറ്റാലോ. എനിക്ക് പായസം കുടിക്കണ്ടതോ. കഴിക്കാൻ പോവാ, കാരണം ഇവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മള് പട്ടിണിക്കാവും. സോ ഞങ്ങള് കഴിക്കാൻ പോവാ. ഞങ്ങള് രണ്ടാളും പിള്ളേരും കൂടി കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ പ്രവീൺ വിളമ്പി തരാ. These are the items here. അത്രയും ചോറൊന്നും ഞാൻ കഴിക്കില്ല. കഴിക്കണം കേട്ടോ, ഞാൻ ഇത്രയും ചോറൊന്നും കഴിക്കില്ല. കൂട്ടാനൊക്കെ കേട്ടോ. നമ്മളിതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കി കുഴച്ചിട്ട് വായിലോട്ട് വെക്കുക. ഇത് പഴയടം തിരുമേനിയുടെ സദ്യയാണ്. ലുലുക്കാർ അവിടെ ഉണ്ടാക്കിയതാണ്, പക്ഷെ ലുലുക്കാർ പറ്റിച്ചു. ഓക്കെ, പുതിയടാണ് അവർ തന്നത്. എന്താന്ന് വെച്ചാല് അയാൾ വന്നിട്ട് പോയിട്ട് ഒരാഴ്ചയായി. അയാളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇത് ഞങ്ങളെ പറ്റിച്ചത്. ഐഫോണിന്റെ കവറിൽ നോക്കിയിട്ട് തന്നു. അതെ, ഐഫോണില്. അതെ, അതാണ് സത്യം. പക്ഷെ ഇതിന്റെ രാജകുമാരി എന്താ പറയാ, എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? ആ, കഴിച്ചില്ല അല്ലേ. ഇത് അനിയത്തിയാണ്, ചെന്നൈ വാല. പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. പച്ചക്കറി തീരെ ഇഷ്ടമല്ല, അത് കാരണം പല്ലിളിച്ചിട്ട് ഇരിക്കുകയാണ് തിന്നാണ്ട്. ഓക്കെ, പിന്നെ എനിക്കാണെങ്കിൽ പച്ചക്കറി മാത്രം, സാമ്പാർ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാള്. ഞാൻ മറ്റേ നമ്പൂതിരി ആയ കാരണം ഈ തിരുമേനിക്ക് ഇതൊന്നും പറ്റില്ല. ഈ തിരുമേനിക്ക് സാമ്പാറിലെ ചിക്കന്റെ പീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ല, കുഴപ്പമില്ല. പാപ്പനും പാപ്പൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ അവർ വന്നപ്പോൾ ഒരുപാട് നേരം വൈകിട്ടാണ് വന്നത്. അവരങ്ങ് ഷാർജയിൽ നിന്നായിരുന്നു വന്നത്. അപ്പോൾ അവർ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതിന് ശേഷമാണ് ഇവർ 4 പേരും കൂടിയിട്ട് സദ്യ കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഗൈസ്, എല്ലാവരും പോയി. സ്വപ്ന മാത്രം ഇവിടെ ഉണ്ട്, ബാക്കി എല്ലാവരും പോയി. എല്ലാവരും സദ്യ കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്.
അപ്പം എല്ലാവരും പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പായസം കഴിക്കാൻ. അപ്പം ഞാൻ പോകുന്നത് ബോളി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് പാലട പായസം കൂടി നമുക്ക് മിക്സ് ആക്കാം. ഓക്കെ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്വപ്ന വാടി, നിനക്ക് ഞാനൊരു വായ വെച്ചുതരാം. കം. ഇത് ആക്ച്വലി കുതിരണം, പക്ഷെ എനിക്ക് കുതിരാനുള്ള ഞാനും ഫസ്റ്റ് ആയിട്ട് ട്രൈ ആണ്, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചെറിയ കഷ്ണമാണ്. ചെറിയ കഷ്ണമാണ് എനിക്ക് തരുന്നേ. എങ്ങനെയുണ്ട്? പക്ഷെ ഇത് കുതിരണം, എന്റെ വായന്ന് വെള്ളം വീടും. എങ്ങനെയുണ്ട്? ഇത് കുതിരണ ആക്ച്വലി. കുറച്ച് സോപ്പ് ആവണം അതില്. പോളിയുടെ ടേസ്റ്റ് കൂടുതൽ കാണിക്കണം അല്ലേ? പായസം പോളിയുടെ ടേസ്റ്റ്. ആ ബോളി കുതിർന്നില്ല, അതുകൊണ്ടാ. കുഴപ്പമില്ല, വലിയ മധുരം ഇല്ല. നല്ല ഗൈസ്, അടിപൊളിയാ. പ്രാണ് വേണോ ബോളി? വായ വെച്ചേരാം, വാ. കം. അമ്മൂന് വേണോടാ? നല്ല കാര്യം, നല്ല ടേസ്റ്റാണ് ഗൈസ്. വലിയ മധുരം ഒന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. സോ ഗൈസ്, നമ്മുടെ ഓണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങളിപ്പം ഞാനും പ്രവീണും റിയയും കൂടിയിട്ട് ഇപ്പം നാളെ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പോയി മേടിച്ച് വന്ന് ഫുഡടിച്ചിട്ട് കിടന്നുറങ്ങാം. പിന്നെ ആസ് യൂഷ്വൽ റുട്ടീൻ എല്ലാം അങ്ങനെ. ഓക്കെ, അപ്പം നമ്മുടെ ഓണം ഇന്നത്തെ കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പാപ്പൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കുറച്ച് നേരം വൈകി. പിന്നെ അവർ വന്നപ്പോൾ നല്ല തമാശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ നല്ലതായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പായസം വാസ് നൈസ്. പായസം നല്ലതായിരുന്നു. പാലടയും ബോളിയും ഉള്ള കോമ്പിനേഷനും ഭയങ്കര മധുരമൊന്നും ഇല്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ സദ്യയുടെ കാര്യം പറയുവാണെങ്കിൽ വളരെ മോശമായിരുന്നു. സാധാരണ സദ്യ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് കഴിച്ച സദ്യ ചില ഐറ്റംസൊക്കെ ഇറ്റ് വാസ് ഓക്കെ, കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു. പക്ഷെ ചില ഐറ്റംസൊക്കെ ലൈക്ക് എന്താ പറയുക, ഒരു കൂട്ടാൻ, അതായത് ഒരു എങ്ങനെയാണ് ഇപ്പം അതിന് പറയുക, ഒരു മിനിറ്റ്, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ കുറച്ച് ഡ്രൈ ഇരിക്കേണ്ട കൂട്ടാനൊക്കെ ഭയങ്കര വെള്ളം പോലായിരുന്നു. നമ്മളത് ഇലയിൽ വെക്കുമ്പം അത് വെള്ളം ആയിട്ടിങ്ങനെ ആയിട്ടായിരുന്നു വന്നത്. മൊത്തത്തിൽ ഇറ്റ് വാസ് വെരി ബാഡ്, ഐ ഹാവ് ടു സേ. ലുലുവിൻ്റെ ഓണസദ്യയായിരുന്നു. എന്തായിരുന്നു ആളുടെ പേര്? അതെങ്ങനെയാ പറയണ്ടേ? പഴയോടമോ? പഴയടം മോഹനൻ നമ്പൂതിരിയുടെ. ഓക്കെ. ആ ആളുടെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ സദ്യ ഇതാക്കിയത്. പക്ഷെ ആള് വന്ന് പോയ ആളാണ് കുറച്ച് ദിവസം മുന്നേ. ആളുടെ ആ പാവം പിടിച്ച മനുഷ്യൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ ഓണസദ്യ എന്ന് പറഞ്ഞ് വലിയൊരു സംഭവമായിട്ട് ഫ്ലെക്സൊക്കെ എടുത്ത് വെച്ചത് ലുലുവിൻ്റെ. പക്ഷെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ലുലുക്കാരിത് കാണുന്നുണ്ടെങ്കിൽ യെസ്, ഐ ഹാവ് ടു സേ, വളരെ ഫ്ലോപ്പായിരുന്നു. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ആശിച്ച് നോഷിച്ച് അല്ല, അങ്ങനെയല്ല, നമ്മൾ ഭയങ്കര ആത്മാർത്ഥതയോടെ ഓണം ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ച്
ഫുഡ് ഓർഡർ ചെയ്തു ലുലുന്ന്. 5 പൈസക്ക് കൊള്ളില്ല ഗൈസ്. 5 പൈസക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ 5 പൈസക്ക് കൊള്ളില്ല. സാമ്പാർ, ക്യാബേജ് തോരൻ, അതൊക്കെ ഇറ്റ് വാസ് ഓക്കെ എന്നേ പറയാൻ പറ്റും. സാമ്പാർ ഓക്കെ, ബാക്കിയുള്ളതൊന്നും കൊള്ളില്ല. പായസവും നല്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള എന്താ ഉള്ളത്? പിന്നെ ബാക്കിയൊന്നും എന്താ, പായസവും ബോളിയും ഉള്ള കോമ്പിനേഷൻ കൊള്ളായിരുന്നു. അത് നല്ല വലിയ ഭയങ്കര മധുരമൊന്നും ഇല്ലായിരുന്നു. ബട്ട് ബാക്കിയൊക്കെ ഫ്ലോപ്പ് എല്ലാം ഫ്ലോപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, വൺസ് അഗെയിൻ ഹാപ്പി ഓണം.